ചണ്ഡീഗഡിൽ നിന്നും നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, നമുക്കറിയാം ഹരിയാന നിയമസഭയിലും 90 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ 10 വർഷമായി 2 തവണയായി BJPയുടെ ഭരണം ആണ് അവിടെ നടക്കുന്നത്. സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ പോലും ഇത്തവണയും ഭരണം നേടാം എന്നുള്ള വിശ്വാസത്തിലാണ് BJP. പക്ഷേ എക്സിറ്റ് പോളുകൾ ഫലം പുറത്തു വരുമ്പോൾ ഭൂരിപക്ഷവും അവിടെ കോൺഗ്രസിന് ഭരണം ലഭിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ അത്ര വലിയ ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ അവർ ഭരണത്തിലെത്തുമോ എന്നുള്ള കാര്യവും സംശയമാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ പൊതുവെ ഉള്ള രാഷ്ട്രീയം നോക്കുമ്പോൾ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും BJP പ്രതീക്ഷ കൈവിടുന്നുമില്ല. എന്താണ് ഹരിയാനയിൽ നിന്നും ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നന്ദഗോപൻ. കാണാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. 10 വർഷത്തെ BJP ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോൺഗ്രസ് 18 ഹരിയാനയിൽ പയറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് ഒരു പ്രധാന എതിരാളി, അതായത് BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു പ്രധാന മത്സരമെങ്കിലും ഒരു ചതുഷ്കോണ മത്സരം എന്ന് വേണേൽ വിലയിരുത്താം. കാരണം INLDയും JJPയും മത്സരരംഗത്ത് സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരമായിരുന്നു ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, കരുത്ത് തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ആം ആദ്മി പാർട്ടി 83 സീറ്റുകളിൽ മത്സരിച്ചു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസുമായി കൈകോർക്കുവാൻ വേണ്ടി ആം ആദ്മി പാർട്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ സീറ്റ് വിഭജനത്തെ തുള്ളിയുള്ള തർക്കത്തെ തുടർന്ന് ആം ആദ്മി പാർട്ടി 83 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഒരേ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കാരുണ്യത്തിൽ CPMഉം മത്സരിക്കുന്നു. ഇങ്ങനെ വലിയ ഒരു ചതുഷ്കോണ മത്സരമായിരുന്നു ഹരിയാനയിൽ കാഴ്ചവെച്ചിരുന്നത്. നാളെ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുവാൻ വേണ്ടിയുള്ളത്. ഇതിനു മുമ്പേ തന്നെ എക്സിറ്റ് പോൾ വന്നപ്പോൾ കോൺഗ്രസിന് ആശ്വാസകരമാകുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളായിരുന്നു പുറത്തു വന്നത്. ഏതാണ്ട് 55 സീറ്റുകൾ നേടി കോൺഗ്രസ് ഹരിയാനയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്നുള്ള പ്രവചനമാണ് എക്സിറ്റ് പോളുകൾ നൽകിയത്. അതേസമയം BJP ഏതാണ്ട് 15 മുതൽ 25 സീറ്റിലേക്ക് ചുരുങ്ങുമെന്നുള്ള ഫലങ്ങളുമായിരുന്നു എക്സിറ്റ് പോളുകൾ വഴി പുറത്തു വന്നിരുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷകൾ ഇപ്പോഴും BJP വെച്ചു പുലർത്തുന്നു. എക്സിറ്റ് പോളുകളിലല്ല വിശ്വാസം, ജനങ്ങളിലാണ് വിശ്വാസം. എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മറ്റൊരു കാഴ്ചയാകും. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് EVM മിഷനെ കുറ്റം പറയരുത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി അടക്കം ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ കോൺഗ്രസും വലിയ പ്രതീക്ഷയിലാണ്. മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള ചർച്ചകളിലേക്ക് ഇതിനോടകം തന്നെ കോൺഗ്രസ് കടന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഇതിനോടകം AICC ആസ്ഥാനത്തെത്തി വിവിധ ചർച്ചകളിൽ പങ്കെടുത്തു. ആരാകും അടുത്ത ഹരിയാനയുടെ മുഖ്യമന്ത്രി എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ചണ്ഡീഗഡിൽ നിന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിൽ തന്നെ, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തെ BJP ഭരണത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ പറ്റി എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള നേട്ടം. മാത്രമല്ല, ദേശീയ തലത്തിൽ ഗുസ്തി താരങ്ങളുടെ സമരം, അതേപോലെ തന്നെ കർഷക സമരങ്ങളൊക്കെ അവിടെ ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ കൃത്യമായി ഉപയോഗിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. അഗ്നിവീർ പദ്ധതി അത് മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കുവാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 4 വർഷത്തെ അഗ്നിവീർ സേവനം കഴിഞ്ഞു വരുന്നവർക്ക് എവിടെയും ജോലി കിട്ടില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണം. അതേപോലെ തന്നെ കർഷകരെ മുൻനിർത്തി കേന്ദ്ര സർക്കാരിനെതിരെയും അവിടെ സംസ്ഥാന സർക്കാരിനെതിരെയും വലിയ പ്രക്ഷോഭം നടത്താൻ കോൺഗ്രസിന് സാധിച്ചു. ഗുസ്തി താരങ്ങളുടെ സമരം അത് കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഹരിയാനയിലുടനീളം വലിയ പ്രചരണങ്ങൾ നടത്തി. അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായി തന്നെ ഗുസ്തി താരം വിനീഷ് ഭോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരവും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വികാരവും അവിടെ ആളിക്കത്തിക്കുവാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം അവിടെ ഏറ്റവും നിർണായകം 27% വരുന്ന ജാട്ട് ജനത തന്നെയാണ്. അതായത് മറ്റ് ഒരു സംസ്ഥാനത്തും കാണാത്ത രീതിയിലുള്ള ജാതി രാഷ്ട്രീയത്തിൻ്റെ വിളനിലമാണ് ഹരിയാന എന്ന് വേണം സൂചിപ്പിക്കാൻ. ഈ ജാട്ട് രാഷ്ട്രീയം ആണ് അവിടുത്തെ ഗതി തീരുമാനിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷം പരിശോധിച്ചാൽ, അതായത് BJP അധികാരത്തിലിരുന്ന 10 വർഷം പരിശോധിച്ചാൽ ജാട്ട് സമുദായത്തെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ കൂടിയും ഒരു ജാട്ട് ഇതര മുഖ്യമന്ത്രിയെ അവിടെ എത്തിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലവും BJP ഭരണം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ജാട്ട് സമൂഹത്തിനിടയിൽ ഇതിനെതിരെ വലിയ വികാരം ഉണ്ടായി. അത് കൃത്യമായി മുതലെടുക്കുവാൻ കോൺഗ്രസിന് സാധിച്ചു. മാത്രമല്ല, ജാട്ട് രാഷ്ട്രീയ പാർട്ടി എന്നറിയപ്പെടുന്ന JJPയും INLDയും വളരെ ശക്തമായ പ്രചരണം കാഴ്ചവെച്ച് രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ ജാട്ട് ഇതര വോട്ടുകൾ ആണ് BJP ലക്ഷ്യം വെക്കുന്നത്. 27% ജാട്ട് സമൂഹം കഴിഞ്ഞാൽ അവിടെ സിഖ് സമൂഹമുണ്ട്, ഗുജർ സമൂഹമുണ്ട്, ബ്രാഹ്മണ സമൂഹമുണ്ട്, മറ്റ് SC ST OBC സമുദായങ്ങളുണ്ട്. ഈ വോട്ടുകളാണ് പ്രധാനമായും BJP ലക്ഷ്യം വെക്കുന്നത്. അതായത് കോൺഗ്രസ് കൃത്യമായ
അവിടെ ജാട്ട് രാഷ്ട്രീയം കളിക്കുമ്പോൾ BJP ജാട്ടിതര രാഷ്ട്രീയത്തിലൂടെ മറ്റ് ജാട്ടിതര വോട്ടുകൾ സമാഹരിക്കുവാനായിരുന്നു BJP ശ്രമിച്ചിരുന്നത്. ഏതാണ്ട് ഒരു അളവോളം അത് BJP അതിൽ വിജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം കോൺഗ്രസിൽ മുതിർന്ന നേതാക്കൾ കുമാരി ഷെൽജ അടക്കം കോൺഗ്രസിൻ്റെ SC/ST വിരുദ്ധ നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു, പരസ്യമായി നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് AICC നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് കുമാരി ഷെൽജ അടക്കം അനുനയിപ്പിച്ചത്. ഇപ്പോൾ വീണ്ടും അത്തരം രാഷ്ട്രീയങ്ങൾ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം, SC/ST വിരുദ്ധ പൊളിറ്റിക്സ് ഒക്കെ വീണ്ടും അവിടെ ഹരിയാനയിൽ ഉയർന്നു വരുന്ന സാഹചര്യമാണ്. ഏതായാലും സിഖ് സമൂഹത്തിൻ്റെയും അതേപോലെ തന്നെ SC/ST, OBC, ബ്രാഹ്മണ സമൂഹത്തിൻ്റെയും വോട്ടുകൾ പൂർണ്ണമായും BJP തട്ടകത്തിലേക്ക് എത്തുമെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് BJP. അതുതന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളല്ല അല്ലെങ്കിൽ യാഥാർത്ഥ്യം മറ്റൊന്നതാകുമെന്നുള്ള BJPയുടെ ആത്മവിശ്വാസത്തിൻ്റെ കാരണവും അതുതന്നെയാണ്. മാത്രമല്ല ഈ ജാട്ട് വോട്ടുകൾ, ആ ജാട്ട് വോട്ടുകൾ കൃത്യമായി ഭിന്നിപ്പിക്കുവാൻ JJPക്കും INLDക്കും സാധിക്കും. JJPയുമായി ആസാദ് സമാജ് പാർട്ടി സഖ്യത്തിലാണ് മത്സരിക്കുന്നത്, INLDയുമായി BSP സഖ്യത്തിൽ മത്സരിക്കുന്നു. അങ്ങനെ കൃത്യമായി ജാട്ട് വോട്ടുകളിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കുവാൻ സാധിക്കും. അത് BJPക്ക് ഗുണകരമായി വരികയാണെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിരുദ്ധമായി BJP അവിടെ മൂന്നാം തവണയും അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് ആസ്ഥാനം, AICC ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് ഹരിയാനയിൽ സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് പോലും കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു. ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത്. നിലവിൽ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടിയെ നയിച്ച അല്ലെങ്കിൽ 10-ൽ 5 സ്ഥാനാർത്ഥികൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിച്ചത് ഭൂപേന്ദ്ര സിംഗിൻ്റെ ശക്തമായ പ്രചരണമാണ്, നേതൃത്വമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് AICC നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. സ്വാഭാവികമായും ഭൂപേന്ദ്ര ഹൂഡയെ പിണക്കിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതേസമയം കുമാരി ഷെൽജയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇതിനോടകം തന്നെ വ്യക്തമാണ്. നന്ദഗോപൻ, ഹരിയാനയുടെ രാഷ്ട്രീയം വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ നന്ദഗോപന് കഴിഞ്ഞിട്ടുണ്ട്.